PMA സലാമിനെതിരെ SYS രംഗത്ത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളെ PMA സലാം അപമാനിച്ചതിലാണ് സമസ്ത നേതാക്കളുടെ സംയുക്ത പ്രസ്താവന. PMA സലാം സുന്നി വിശ്വാസങ്ങളെയും സമസ്തയെയും നിരന്തരമായി ആക്ഷേപിക്കുന്നു. ഇതിന് ലീഗിന്റെ വേദി ഉപയോഗപ്പെടുത്തുന്നതായും SYS ആരോപിച്ചു. മേഘ മാധവൻ ഇപ്പോൾ കോഴിക്കോട് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മേഘ. ഗുഡ് മോർണിംഗ് കാവ്യ. ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് കൂടുതൽ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? കാവ്യ, പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങളെ അപമാനിച്ചുകൊണ്ടൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം PMA സലാം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു PMA സലാമിന്റെ പ്രതികരണം. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് സമസ്തയ്ക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. ഇതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഈ സംസ്ഥയുടെ യുവജന സംഘടനയായ SYS ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. PMA സലാമിന്റെ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നതാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. അതിനൊപ്പം തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഈ പ്രമുഖ വ്യക്തികളുടെ ആശീർവാദം തേടി സ്ഥാനാർത്ഥികൾ എത്തുന്നത് അത് പതിവ് രീതിയാണ്. അതിന്റെ പേരിൽ സമസ്തയുടെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ ഒട്ടും മാന്യമല്ലാത്ത രീതിയിൽ അപഹസിക്കുന്നത് പ്രതിഷേധിക്കുന്നു എന്നതാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. ഈ അമരക്കാരനെ അധിക്ഷേപിക്കുന്ന ശൈലിയാണ് സലാം സ്വീകരിച്ചിരിക്കുന്നത് എന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കൃത്യമായി തന്നെ സമസ്തയിലെ നേതാക്കളെ അപമാനിക്കുക, അതിനൊപ്പം സലഫിസം നടപ്പാക്കുക എന്ന രീതിയാണ് PMA സലാം കൈകാര്യം ചെയ്യുന്നത്. ലീഗ് വേദിയെ അതിനുവേണ്ടി PMA സലാം ഉപയോഗിക്കുന്നു എന്നും പറയുന്നു. അടുത്തിടെയാണ് ഈ PMA സലാമിന് ഇത്തരത്തിലൊരു മാറ്റം, ലീഗിലേക്കും ആ മാറ്റം കടന്നു കയറുന്നു. സലഫിസം നടപ്പാക്കാൻ വേണ്ടി ചില നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു. അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നതാണ് എന്നും ഈ SYSന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ, അതായത് സമസ്തയുടെ ഏറ്റവും പണ്ഡിത നേതാവിനെ, അധ്യക്ഷനെ അവഹേളിച്ചു PMA സലാം രംഗത്തെത്തിയത്. സമസ്തയ്ക്കുള്ളിൽ തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉള്ളത്. അതിന് പിന്നാലെയാണ് SYSന്റെ ഈ പ്രസ്താവന കൂടി പുറത്തു വരുന്നത്. അതിനൊപ്പം തന്നെ സമസ്തയെയും അതിനൊപ്പം തന്നെ സുന്നി വിശ്വാസങ്ങളെയും ആക്ഷേപിക്കുന്ന പ്രവണത അടുത്തിടെയായി ഈ സലഫിസത്തെ പിന്തുടരുന്ന നേതാക്കളെ, PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കളിൽ കണ്ടുവരുന്നു. ഇത് പ്രതിഷേധാർഹമാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുകൂടി ഈ പ്രസ്താവനയിൽ പറയുന്നു. സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഈ പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സമസ്തയും പരസ്പരം അകറ്റാനുള്ള ശ്രമങ്ങൾ ഈ നേതാക്കളുടെ ഭാഗത്ത്, അതായത് PMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കണം എന്ന് കൂടിയാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. ഏതായാലും സമസ്തയുടെ പ്രമുഖ നേതാവ്, അധ്യക്ഷൻ, പണ്ഡിത നേതാവിനെ അവഹേളിച്ച PMA സലാമിനെതിരെ വലിയ പ്രതിഷേധമാണ് സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുകയുന്നത്.